അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പം എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് കണ്ടോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്. ഇത് ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ ഇതാ ബ്രെഡും കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമും, ഈ 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിതാ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പാലും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സിന് വലിയ ഇതൊന്നുമില്ല, നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർത്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനിതാ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വലിയ പുഡിംഗ് ട്രേ ആണ്. അപ്പം ഇതിലേക്ക് ഞാൻ എടുത്ത ബ്രെഡ് മതിയായിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ പാത്രത്തിലേക്ക് ഇതുപോലെ നമുക്ക് ബ്രെഡ് മുഴുവനായിട്ട് വെച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ബ്രെഡ് ഫുള്ളായിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രേ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതാ പാലിന് മിക്സ് ഉണ്ട്. അതിനായിട്ട് ഞാനിത് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാലും മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും ചേർത്തെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിന് മെഷർമെൻറ്റ്സ് ആവശ്യമൊന്നുമില്ല, നമ്മളെ മധുരത്തിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും ചേർത്തെടുത്താൽ മതി. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് വാനില എസൻസും കൂടി ആഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വാനില എസൻസ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാ വിസ്ക് വെച്ചിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം നല്ലവണ്ണം മിക്സായി കിട്ടണം. അപ്പോൾ ഇതാണ് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ബ്രെഡിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ബ്രെഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബ്രെഡ് നല്ലവണ്ണം സക്ക് ചെയ്ത രീതിയിൽ നമ്മൾ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുത്ത് ഫസ്റ്റ് ലെയർ ഒഴിച്ച് കുറച്ച് സമയം വെച്ചതിന് ശേഷം കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഞാനിതാ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ അടുത്ത ലെയറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫുള്ളായിട്ട് വെക്കാനുള്ള ബ്രെഡ് പീസ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനിതാ നടുക്ക് മാത്രമേ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതാ ആ മിൽക്ക് മുഴുവനായിട്ട് ഇതിൽ സക്ക് ചെയ്യുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിതാ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് അടിപൊളി വിപ്പിംഗ് ക്രീമാണ് ക്യാമറിൻ്റെ. അപ്പോൾ നമുക്കിത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പേപ്പർ ബാഗിലാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ പേപ്പർ ബാഗിലേക്ക് ആക്കലാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഡിസൈൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇതിൻ്റെ ലെവലല്ലാത്തത് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഞാൻ ബ്രെഡ് പീസ് വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വിപ്പിംഗ് ക്രീം കൊണ്ട് ഒന്ന് ഫുള്ളായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ഡിസൈൻ ചെയ്താം. അപ്പോൾ ഞാനിതാ വിപ്പിംഗ് ക്രീം കൊണ്ട് ഫുള്ളായിട്ട് ലെവൽ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാനിതാ ഫുള്ളായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെ വേണ്ടെങ്കിലും ഇതിന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഫ്രഷ് റോസ് പെറ്റൽസാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. പിന്നെ കുറച്ച് പിസ്തയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അടിപൊളി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്. ഞാനിപ്പോൾ വീഡിയോ കാണിക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെപ്സിലുള്ള പോലെ തോന്നും. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇതുപോലെ ചെയ്താൽ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഗസ്റ്റെല്ലാം വന്നാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ ഇത് നല്ലവണ്ണം തണുപ്പിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഭയങ്കര സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ബാക്കി മിൽക്ക് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം.
ഇതുപോലെ തന്നെ ആലിയ ഭട്ട് ഫേവറേറ്റ് മിൽക്ക് കേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം അതേ ടേസ്റ്റിൽ തന്നെയാണ് വരുന്നത്. അത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇത് ബ്രെഡിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്